അപ്പോൾ നമ്മൾ പേരയ്ക്കയുടെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പേരയ്ക്കയ്ക്ക് മറ്റൊരു സവിശേഷതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യ സംബന്ധമായിട്ടും ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്ന ആളാണ് പേരയ്ക്ക എന്ന് പറയുന്നത്. പേരയ്ക്ക കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ചർമ്മത്തിന് കൂടുതൽ മിനുസവും അതുപോലെ തന്നെ കൂടുതൽ ദൃഢമുള്ളതുമാകാനായിട്ട് സഹായിക്കുന്നു എന്നാണ് പൊതുവെയുള്ള പഠനങ്ങൾ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് എന്നുള്ളത് പലരുടെയും ഒരു സ്വപ്നമാണ്. അതിനും പേരയ്ക്ക ഒരുപാട് സഹായിക്കും. ശരീരഭാരത്തെ നിയന്ത്രിക്കാനും കുറയ്ക്കാനും പേരയ്ക്ക ഒരളവ് വരെ സഹായകരമാകുന്നുണ്ടെന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. ഒരുവിധം ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ അറിയാം, പേരയ്ക്ക ഇസ് ഹൈ ഇൻ ഫൈബർ. അപ്പോൾ ഒരു ചെറിയ പേരയ്ക്ക കഴിച്ചാൽ പോലും നമ്മുടെ വയറ് നിറഞ്ഞിരിക്കും. അപ്പോൾ സ്വാദും കൊണ്ട് അതിന്റെ ഒപ്പം തന്നെ ഫൈബറസുമാണ്. ഇപ്പോൾ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. തീർച്ചയായിട്ടും അതെ അതെ, ഫില്ലിംഗ് എഫക്റ്റ് ആണ്. അപ്പം ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്കും ലോ ഗ്ലൈസമിക് ഇൻഡെക്സും ഹൈ ഫൈബറും ഉള്ളത് കൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും കഴിക്കാൻ അനുവദനീയമായ ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക എന്നുള്ളത്. ഇപ്പം ചർമ്മ സംരക്ഷണത്തിനെ കുറിച്ച് പിന്നെ പറയും. ശരിക്കും പറഞ്ഞാൽ പേരയ്ക്കയുടെ വലിയ സ്വാദില്ലാത്ത പേരയ്ക്കകൾ മാറ്റിവെച്ച് അതിൻ്റെ പൾപ്പെടുത്ത് ഒന്ന് മിക്സിയിലടിച്ച് അതിന് ഫേസ് പാക്ക് ആയിട്ട് മുഖത്തിട്ടാൽ നമ്മുടെ സ്കിൻ ടൈറ്റനിങ് സ്കിൻ ടൈറ്റനിങ് ആണ് കൂടുതൽ അതിൻ്റെ എഫക്റ്റ്. സ്കിൻ ടൈറ്റനിങ്ങിലൂടെ തന്നെ നമ്മുടെ മുഖത്ത് ആൻറ്റി ഏജിങ് ആണ്. സ്കിൻ ടൈറ്റൻഡ് ആയാൽ, നമ്മുടെ മസിൽ ടൈറ്റൻഡ് ആയാൽ നമ്മുടെ മുഖം ഇങ്ങനെ താങ്ങി തൂങ്ങില്ല. ചുളിവുകളും ഫൈൻ ലൈൻസും പിന്നെ ആ തൂങ്ങലും സാഗിങ്ങും എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും. പേരയ്ക്ക വിചാരിക്കണ പോലെയല്ല, ഒരു ഭയങ്കരനാണ്. ആണാണ്. അതെ അതെ അതെ. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. അതിനു മുൻപ് അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് വരാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെങ് ഷുയിയെക്കുറിച്ചുള്ള സംശയ നിവാരണത്തിന് ഇന്ന് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടറായ ഡോക്ടർ ഷാജി കെ നായർ സാറാണ്. സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം പറഞ്ഞോളാം. സാർ നമസ്കാരം. ഒരുപാട് ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുമ്പം ഫെങ് ഷുയി ഗിഫ്റ്റായിട്ട് ലാഫിംഗ് ബുദ്ധ, ദെൻ ഫ്രോഗ്, അതുപോലെ ഒരുപാട് ഐറ്റംസ് കിട്ടാറുണ്ട്. അപ്പം വെൽത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം സൂക്ഷിച്ച് അത് സ്ഥാനം വെക്കണം എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഈ ഹൗസ് വാമിംഗ് ടൈമിൽ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടുമ്പോൾ അതിനകത്ത് ഞാൻ കഴിഞ്ഞ കുറേ എപ്പിസോഡിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് വേണ്ടി സൂട്ടബിൾ ആക്കുക, നമുക്ക് വേണ്ടി നമ്മളത് എനർജൈസ് ചെയ്യുക. അത് വയ്ക്കുമ്പോൾ ഇപ്പോൾ ഒരു ലാഫിംഗ് ബുദ്ധ അല്ലെങ്കിൽ ഫ്രോഗ് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ വെൽത്ത് വരത്തില്ല. അതിന് നമുക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സാമ്പത്തികം വരത്തുള്ളൂ, അല്ലേ? അപ്പം ആ സാമ്പത്തികം വരുവാനുള്ള, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടിയാൽ നമുക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു മൂഡ് ഉണ്ടാവും, അല്ലേ? അപ്പം ആ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ് ഈ ഫെങ് ഷുയിയുടെ ടൂളുകൾക്കും ഈ പറയുന്ന ജ്യോതിഷത്തിനും മന്ത്രങ്ങൾക്കും എല്ലാത്തിനും ഉള്ളത്. ഒരു മന്ത്രത്തിനോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷത്തിനോ വേറെ ഒന്നിനും സാമ്പത്തികം നമുക്ക് കൊണ്ടുവരാൻ ഒരു കഴിവുമില്ല. അങ്ങനെ തെറ്റായിട്ടുള്ള ധാരണയാണത്. എപ്പോഴും ഒരു മനുഷ്യൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കാശ് കിട്ടുള്ളൂ. അപ്പം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് മൂഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ലാഫിംഗ് ബുദ്ധ വീട്ടിൽ കൊണ്ടുവച്ചു. ആ ലാഫിംഗ് ബുദ്ധയുടെ പ്രത്യേകത, ലാഫിംഗ് ബുദ്ധേനെ 10-13 ഐറ്റത്തോളം ലാഫിംഗ് ബുദ്ധയുണ്ട്. അതിൽ എപ്പോഴും ലാഫിംഗ് ബുദ്ധ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് നല്ല കളർഫുള്ളായിട്ട് നമ്മളൊരു വീട്ടിൽ കയറി വരുന്ന ഒരാൾ കാണത്തക്ക രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ തറയിൽ നിന്ന് 35 ഇഞ്ച് നമ്മുടെ കഴുത്തിൻ്റെ ലെവലിൽ, അത് വ്യൂ പോയിന്റിലായിരിക്കണം ഇരിക്കേണ്ടത്. ഇതിരിക്കുമ്പോൾ ഒരാൾ യാദൃശ്യമായിട്ട് വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ ആൾ ആദ്യം കാണുന്നത് എന്തിനാണ്? ഈ അട്രാക്റ്റീവായിട്ടുള്ളൊരു രൂപം, അല്ലയോ? അപ്പം ഈ രൂപത്തെ കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഐറ്റം ഇരിപ്പുണ്ട്, കൊള്ളാം, നല്ല ഭംഗി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നൊരു പവറുണ്ട്. ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ചെടിയൊക്കെ വീട്ടിൽ നട്ട് വളർത്തി കഴിഞ്ഞാൽ ചില ആൾക്കാരൊന്ന് നോക്കിയിട്ട് പോകുമ്പോൾ അത് വാടിപ്പോവും. ശ്രദ്ധിച്ചാൽ മതി. അത് കണ്ണിൽ നിന്ന് നമ്മളറിയാതെ വരുന്നൊരു പവറാണത്. ആ പവർ ഇതിൽ ഡിസ്ചാർജ് ചെയ്യുവാനുള്ള കഴിവാണ് അതിനകത്തുള്ളത്. അതിനാണ് ലാഫിംഗ് ബുദ്ധ വെച്ചാൽ. അല്ല, ലാഫിംഗ് ബുദ്ധ കൊണ്ടൊന്ന് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇതാണ് അതിൻ്റെ ഉപയോഗം. പിന്നെ ഇതിൽ തന്നെ പല പല ഐറ്റങ്ങളുണ്ട്. നമുക്ക് ഇന്ന ഗുണം കൂടുതൽ കിട്ടുവാൻ വേണ്ടി അതിൽ പല ഐറ്റങ്ങൾ, ഇപ്പം അമ്പർലയുണ്ട്,
മണി സ്ട്രിങ് ഉണ്ട്, മണി ബാഗ് ഉണ്ട്, പ്രയർ ബീഡ് ഉണ്ട്, ഇങ്ങനെയുള്ള ഒത്തിരി അത് വിശദമായിട്ട് ഞാൻ വരും എപ്പിസോഡ് ഓരോ ലാഫിംഗ് ബുദ്ധയും കാണിച്ചു തന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ലാഫിംഗ് ബുദ്ധ നമുക്കിപ്പം ഹൗസ് വാമിംഗ് ടൈമിൽ ഗിഫ്റ്റ് കിട്ടുന്ന ലാഫിംഗ് ബുദ്ധയെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ ലാഫിംഗ് ബുദ്ധയിൽ പല ടൈപ്പ് ഉണ്ട്. അതായത് മെറ്റൽ ഐറ്റം ഉണ്ട്, സെറാമിക് ഐറ്റം ഉണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ സെറാമിക്കാണ്, കാരണം ഉള്ളിൽ ഈ എന്താ പൊള്ളയില്ലാത്ത ഹോളല്ലാത്ത ലാഫിംഗ് ബുദ്ധയാണ് ഏറ്റവും ബെറ്റർ, സൂപ്പർ വെയിറ്റ് ഉള്ളതൊക്കെ. സെറാമിക്കിലേ അങ്ങനെ കിട്ടത്തുള്ളൂ. ആ സെറാമിക് ലാഫിംഗ് ബുദ്ധ നമുക്ക് വീട്ടിൽ വയ്ക്കാം. അതിപ്പം ഗിഫ്റ്റ് കിട്ടുന്ന ലാഫിംഗ് ബുദ്ധ അങ്ങനത്തെ ആണെങ്കിൽ കഴിഞ്ഞ പല എപ്പിസോഡ് മുമ്പ് ഞാനതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അതൊന്ന് എനർജൈസ് ചെയ്യണം. അത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. എനർജൈസ് ചെയ്യേണ്ട രീതി, നമ്മുടെ ഇടത് കയ്യിൽ വയ്ക്കുക ലാഫിംഗ് ബുദ്ധ, എന്നിട്ട് ഒരു 6 ഗ്ലാസ് വെള്ളം അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. ഈ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണ്? റോസ് വാട്ടറാണ് ഒഴിക്കേണ്ടത്. റോസ് വാട്ടറിന് പനിനീരോ അങ്ങനെ എന്തെങ്കിലും മതി. 6 പ്രാവശ്യമായിട്ട് എൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇത് തുടയ്ക്കരുത്. ഒരു ചന്ദനത്തിരി കത്തിക്കുക, ഇങ്ങനെ പിടിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം. ചന്ദനത്തിരി ഒന്ന് കുടയുക, വീണ്ടും പിടിക്കുക, ക്ലോക്ക് വൈസിൽ 6 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ആദ്യം 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യമാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ചന്ദനത്തിരി ഒന്ന് കുടയണം, വീണ്ടും വെച്ചിട്ട് ക്ലോക്ക് വൈസിൽ 6 പ്രാവശ്യം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് എനർജൈസ് ആവും. അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ലാഫിംഗ് ബുദ്ധ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ കയ്യെ ഒരു പ്രഷർ, നമ്മളിങ്ങനെ കയ്യെ ഇങ്ങനെ തള്ളുന്നത് പോലെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അതാണ് അതിനകത്ത് നിന്ന് വരുന്ന ആ ഒരു എനർജി ലെവൽ. അത് റേക്കി അറിയാമെന്നുള്ളവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവർക്കും അത് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പതിയെ കൈ വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു തണുത്ത കാറ്റ് നമ്മുടെ കയ്യെ ഇങ്ങനെ തള്ളി നീക്കുന്നത് പോലത്തെ കംപ്രഷൻ ഫീൽ. അതെ, കംപ്രഷൻ ഫീൽ ചെയ്യും. അതാണ് അതിനകത്ത് വരുന്ന ആ ഒരു എഫക്റ്റ് നിൽക്കുന്നത്. അത് നല്ല ലെവലിൽ നിൽക്കും. ഏകദേശം വളരെ ഒരു 3-4 അടി ഗ്യാപ്പിലൊക്കെ നമുക്ക് അതിന്ന് ആ ഫീലിംഗ് ഉണ്ടാവും. അത് വീട് കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുവാനുള്ള ഒരു ഇതാണ്. അതേപോലെ തന്നെ ഫ്രോഗ് ആയിരുന്നാലും ഈ ഫെങ്ഷുയുടെ ഏത് ഐറ്റം ആയിരുന്നാലും ഈ ഗാഡ്ഗട്സിൽ ഏതായിരുന്നാലും നമ്മളിങ്ങനെയാണ് എനർജൈസ് ചെയ്യേണ്ടത്. എനർജൈസ് ചെയ്ത് കഴിഞ്ഞ് അത് വയ്ക്കേണ്ട പൊസിഷനിൽ തന്നെ വയ്ക്കണം. പല ആൾക്കാരും പറയാറുണ്ട്, എന്നോടും പല ആൾക്കാരും വിളിച്ച് പറയാറുള്ളതെന്ന് വെച്ചാൽ, സാർ ഞാനൊരു ലാഫിംഗ് ബുദ്ധ വെച്ചാൽ വടക്കോട്ട് തിരിച്ചു വയ്ക്കട്ടെ, അങ്ങോട്ടാണ് ഇപ്പോൾ വച്ചേക്കുന്നത്. എന്തിനാ ലാഫിംഗ് ബുദ്ധ വടക്കോട്ട് തിരിച്ചു വയ്ക്കുന്നത്? ലാഫിംഗ് ബുദ്ധ വടക്കോട്ട് തിരിച്ചു വയ്ക്കാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇത്രയും കാലം 10-13 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നു. ഞാനിവിടെ ഇവരടുത്ത് വടക്കോട്ട് തിരിച്ചു വയ്ക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് തെറ്റായിട്ടുള്ള ധാരണകളാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുബേരൻ, അപ്പോൾ കുബേരൻ്റെ സ്ഥാനം വടക്കാണ്. അപ്പോൾ കുബേരൻ വടക്കോട്ടാണോ നോക്കിയിരിക്കേണ്ടത്? ഇന്ത്യൻ വാസ്തു അനുസരിച്ച് കുബേരൻ്റെ സ്ഥാനം വടക്ക്. ആ കുബേരൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിയുടെ പണം കൈകാര്യം ചെയ്യാൻ കൊടുത്തിട്ടുള്ള രാവണന്റെ ജ്യേഷ്ഠനായിട്ടുള്ള അതാണ് കുബേരൻ. അദ്ദേഹം ഇരിക്കുന്നത് വടക്ക് ഭാഗത്താണ്. അദ്ദേഹം എങ്ങോട്ടാ ഫേസ് ചെയ്തിരിക്കുന്നത്? അങ്ങോട്ട് തെക്കോട്ടാ നോക്കിയിരിക്കുന്നത്. അദ്ദേഹം വടക്കിരുന്നിട്ട് നോക്കിയിരിക്കുന്നത് തെക്കോട്ടാണ്. അപ്പൊ ഈ ഒരു ലാഫിംഗ് ബുദ്ധ നമ്മൾ വെച്ചിട്ട് വടക്കോട്ട് നോക്കി വെച്ചിട്ട് എന്തെങ്കിലും കഥയുണ്ടോ? ഒരു കഥയില്ല. എപ്പോഴും ലാഫിംഗ് ബുദ്ധ നമ്മൾ വയ്ക്കേണ്ടത് വീടിൻ്റെ പ്രധാന വാതിലിലാണ് വെക്കേണ്ടത്. പ്രധാന വാതിലിൽ ഒരാൾ കയറി വരുമ്പോൾ അതിൻ്റെ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ആ വാതിലിലോട്ട് നോക്കിയിരിക്കണം. ഒരാൾ കയറുമ്പം ആദ്യം അതിനെയാണ് കാണേണ്ടത്. അങ്ങനെയാണ് വെക്കേണ്ടത്. ഫസ്റ്റ് കയറുമ്പോൾ ഫസ്റ്റ് ആ ആൾ ലാഫിംഗ് ബുദ്ധ കാണണം. അത് കഴിഞ്ഞ് ഫ്രോഗ് ഉണ്ട്. ഫ്രോഗ് വയ്ക്കേണ്ടതാണെങ്കിൽ വാതിലിൽ നിന്ന് ഉള്ളിലോട്ട് വരുന്നത് പോലെയാണ് ഫ്രോഗ് വയ്ക്കേണ്ടത്. അതിന് പറയുന്നത് നമ്മുടെ നിൽക്കുന്ന ക്യാഷ്, സാമ്പത്തികം ആവശ്യമില്ലാതെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാതിരിക്കുവാനുള്ളൊരു പ്രൊട്ടക്ഷനാണ്. അത് ബേസിക് ഫെങ്ഷുയിലുള്ള ഈ ഒരു പ്രൊട്ടക്ഷൻ. അത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുന്നത് പോലെ വയ്ക്കുക. അപ്പം ഇങ്ങനെ ഇതൊക്കെയാണ് സാധനം ഗിഫ്റ്റ് കിട്ടുന്നത്. ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ കിട്ടുന്നത്. ചിലപ്പോൾ വിൻചെയിംസ് കിട്ടും, കാറ്റ് തെറിക്കുന്ന മണി. അതൊക്കെ ആണെങ്കിൽ 6 പൈപ്പൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 5 പൈപ്പൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റിനകത്തൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കിഴക്ക് ഭാഗത്തെ ടോയ്ലറ്റിൻ്റെ റെമഡി അതിനാണ് അത് 5 പൈപ്പിൻ്റെ ഉപയോഗിക്കാറ്. 6 പൈപ്പിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ ലിവിങ് റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക്. ഫ്രോഗിന്റെ മൗത്തിനുള്ളിൽ നമുക്ക് 3 ചൈനീസ് കോയിൻ നമുക്ക് അതിൻ്റെ വായിക്കാത്ത ചിലതിലൊക്കെ ആ കോയിനോട് കൂടി ഉള്ളതാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ചിലത് ഒരു ചുമന്ന നൂല് വെച്ച് കെട്ടിയിട്ടുള്ള കോയിനാണ് നമുക്ക് കിട്ടുന്നത് വാങ്ങാൻ വേണ്ടി. ആ കോയിൻ എൻ്റെ വായിക്കാത്ത, അതായത് കോയിനും കൊണ്ട് നമ്മുടെ വീട്ടിനകത്തോട്ട് കടന്നു വരുന്നു എന്നുള്ളൊരു എഫക്റ്റാണ് അതിനകത്ത് വരുന്നത്. സാമ്പത്തികം നമ്മുടെ വീട്ടിലോട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഇതാണ് അതിനകത്ത് കാണിക്കുന്നത്. ആ രീതിയിലാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് എന്നെ വിളിക്കുക.
ഞാനിന്ന് വിശദമാക്കി നോക്കി പറഞ്ഞു തരാം. എന്നെ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമസ്കാരം.